കാനഡയിൽ താമസിക്കുന്നതിന് അഭയം തേടുന്ന ആളുകൾ സ്വന്തം രാജ്യത്ത് അപകടത്തിലാണെന്ന് തെളിയിക്കണമെന്ന് കാനഡയുടെ ഇമിഗ്രേഷൻ വകുപ്പ്. അപകടത്തിലാണെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാം. യഥാർത്ഥത്തിൽ സംരക്ഷണം ആവശ്യമുള്ളവർക്ക് മാത്രമേ കാനഡയിൽ താമസിക്കാൻ കഴിയൂ എന്ന് ഉറപ്പാക്കാനാണ് ഈ നിയമമെന്നാണ് അധികാരികൾ പറയുന്നത്. അതായത് അഭയം തേടുന്ന എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്ന് അർത്ഥമാക്കുന്നില്ലെന്നാണ് കാനഡയിലെ ഇമിഗ്രേഷൻ വകുപ്പ് വിശദീകരിക്കുന്നത്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ പീഡനം, ജീവന് ഭീഷണിയായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ക്രൂരമായ പെരുമാറ്റം പോലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളാൽ അപകടത്തിലാണെന്ന് അഭയാർത്ഥികൾ തെളിയിക്കണം. അഭയം തേടുന്ന പ്രക്രിയ കർശനമാണ്. എല്ലാവർക്കും അംഗീകാരം ലഭിക്കണമെന്നില്ല. ആരുടെയെങ്കിലും അവകാശവാദം നിരസിക്കപ്പെട്ടാൽ അവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചേക്കാം. അഭയപ്രക്രിയ കർശനമാണെന്നും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു കുറുക്കുവഴിയായി ഈ സിസ്റ്റത്തെ കാണേണ്ടതില്ലെന്നും ഇമിഗ്രേഷൻ വകുപ്പ് വ്യക്തമാക്കുന്നു. അഭയം തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ തെളിവ് കാണിക്കുകയും പശ്ചാത്തല പരിശോധനകൾക്ക് വിധേയരാകുകയും വേണം. ഈ പ്രക്രിയയുടെ ഭാഗമായി അവരുടെ ആരോഗ്യ പരിശോധനകൾ, ബയോമെട്രിക് ഡാറ്റ എടുക്കുകയും സുരക്ഷാ പരിശോധനകൾ നടത്തുകയും ചെയ്യും. കാനഡ സ്വയമേവ അഭയം നൽകുന്നില്ല. കൂടാതെ ശ്രദ്ധാപൂർവമായ അവലോകനത്തിന് ശേഷം പല അഭ്യർത്ഥനകളും നിരസിക്കപ്പെടുകയും ചെയ്യും. സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പീഡനം, മരണം അല്ലെങ്കിൽ ക്രൂരവും അസാധാരണവുമായ പെരുമാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒരു വ്യക്തിക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അഭയം അവകാശപ്പെടാം. കാനഡയിലെ അഭയപ്രക്രിയ സമഗ്രവും നിരവധി ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. അഭയം അവകാശപ്പെടുന്നവർ വിശദമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുക, വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകുക, സ്വന്തം രാജ്യത്ത് അവർ നേരിടുന്ന അപകടത്തെ കാണിക്കുന്ന ശക്തമായ തെളിവുകൾ നൽകുക തുടങ്ങിയ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഓരോ അഭയ ക്ലെയിമും അധികാരികൾ ശ്രദ്ധാപൂർവ്വം അവലോകനം ചെയ്യും. എല്ലാവർക്കും അംഗീകാരം ലഭിക്കണമെന്നില്ല. ആരുടെയെങ്കിലും അവകാശവാദം അഭയാർത്ഥി പ്രോഗ്രാമിൻ്റെ ആവശ്യകതകൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവരോട് കാനഡ വിടാൻ ആവശ്യപ്പെട്ടേക്കാം. തെറ്റായ വിവരങ്ങൾ നൽകി അഭയം തേടുകയോ അനധികൃതമായി കാനഡയിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഉദാഹരണത്തിന് കര അതിർത്തികളോ വിമാനത്താവളങ്ങളോ പോലുള്ള ഔദ്യോഗിക പ്രവേശന കവാടങ്ങളല്ലാത്ത സ്ഥലങ്ങളിലൂടെ കാനഡയിലേക്ക് കടക്കുന്നത് നിയമവിരുദ്ധവും വളരെ അപകടകരവുമാണ്. ആരെങ്കിലും തെറ്റായ അഭയ അവകാശവാദം ഉന്നയിച്ചാൽ അവരെ കാനഡയിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് വിലക്കിയേക്കാമെന്ന് IRCC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭാവിയിൽ കാനഡയിലേക്ക് വരാൻ അപേക്ഷിക്കുന്നതിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കാനഡയും US തമ്മിലുള്ള സേഫ് തേർഡ് കൺട്രി കരാർ പ്രകാരം US നിന്ന് ആരെങ്കിലും കാനഡയിലേക്ക് വന്നാൽ അവർക്ക് ഇവിടെ അഭയം തേടാൻ കഴിയില്ല. പകരം അവരെ US തിരിച്ചയക്കുകയും അവിടെ അഭയം തേടുകയും വേണം. കാരണം അവർ ആദ്യം പ്രവേശിച്ച രാജ്യമായി US ആണ് കണക്കാക്കപ്പെടുന്നത്. അഭയം തേടുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും അവർക്ക് യോഗ്യതയുള്ള ശരിയായ രാജ്യത്ത് അപേക്ഷിക്കണമെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത്. കാനഡയിൽ അഭയം നൽകുന്നത് കർശന നിയമം പാലിച്ചുകൊണ്ടാണ്. അഭയം തേടുന്നവർ ഇതിൻ്റെ പ്രക്രിയകളും അപകട സാധ്യതകളും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്ന് IRCC ഊന്നി പറയുന്നു. കാനഡ സ്വയമേവ അഭയം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലെയിമുകൾ നിരസിക്കപ്പെടാം. ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിയമങ്ങൾ പാലിക്കുകയും ക്ലെയിമുകൾ സത്യമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്.